കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 7% വോട്ട് ഡിഫറൻസ് ആണ് BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 10%. അപ്പോൾ അന്ന് മമതാ ബാനർജിയെ സംബന്ധിച്ച് അവസാന നിമിഷം ആ ഒരു സിമ്പതി വേവ്, ബംഗാളി പ്രൈഡൊക്കെ ഉയർത്തി ആ രീതിയിൽ മമത ഒരു വലിയൊരു സിമ്പതി വേവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം മമത നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഒന്നിപ്പം ഈ ഒരു കോൾ സ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ്. നിർണായക രേഖകളാണ്. ഒരു പ്രൈവറ്റ് ഓഫീസിൽ പോയി സ്റ്റേറ്റ് മിഷനറിയും DGP ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പരിവാരത്തിനൊപ്പം മമത പോയിട്ട് അവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടുവന്നത്. അതാണെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് പോയിരിക്കുകയാണ്. EDയുടെ കേസ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കണം. മമതാ ബാനർജിയെ സംബന്ധിച്ച് മമതാ ബാനർജിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹവാല പണമിടപാടുകളുടെ ഒരു വലിയ രേഖകളൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് വരികയാണെങ്കിൽ പൂർണ്ണമായും സാഹചര്യം തൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ആശങ്ക മമതാ ബാനർജിക്കുണ്ട്. ഗോവയിലേക്ക് ഏതാണ്ട് 20 കോടിയോളം വരുന്ന ഹവാല പണം ഒഴുക്കി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മമതാ ബാനർജിയെ ശരിക്കും ഒരു ഡിഫൻസീവ് വിക്കറ്റിലാക്കിയിരിക്കുകയാണ്.